ടീച്ചറെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. ഞങ്ങൾ റെഡിയാണ് ടീച്ചർ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ഗെയിം റെഡിയാക്കിയിട്ടുണ്ട്. ആ, ട്രഷർ ഹണ്ട്. ടീച്ചർ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയി കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഞാൻ റൂൾസ് ഒക്കെ ഒന്ന് പറയട്ടെ. വേഗം പറ ടീച്ചറെ. ഞാൻ തന്നെ കണ്ടുപിടിക്കും. ഈ പരിസരത്ത് ഞാൻ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നിധിയല്ല കേട്ടോ, 2-3 നിധികളുണ്ട്. ഏറ്റവും വലിയ നിധി കണ്ടുപിടിക്കുന്നയാള് വിജയി. ഞങ്ങൾ തുടങ്ങട്ടെ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഹായ്, എനിക്ക് നിധി കിട്ടി. ദേ കുട്ടികളെ, ഒരു നിധിയല്ല, ഇനിയും നിധികളുണ്ട്. വേഗം വാടാ നോക്കാം. ദാ അവിടെ വരണം. മാറടാ. ദേ ടീച്ചർ. ടീച്ചർ, ഞാനത് ആദ്യം കണ്ടത്. സാരമില്ല, പോട്ടെ. മക്കളെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഞങ്ങൾ ഗെയിം ജയിക്കാൻ തിരക്കില്ല, സമയമില്ല. എന്ത് കുട്ടികളാ ഇത്? ആരെയും സഹായിക്കാനുള്ള മനസ്സൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. എന്റെ ഈശോയെ, ഇനി ഈ ലോകത്തിന്റെ അവസ്ഥ എന്താവുമോ എന്തോ. എന്താ ചേച്ചി, എന്തു പറ്റി? മോളെ, എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യാതെ പോയി. എനിക്കൊരു ഓട്ടോ പിടിച്ചുകൊണ്ട് തരാമോ? അതിനെന്താ, ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന് തരാം. ഷോ, ഞാൻ ഗെയിമിൽ തോക്കുമല്ലോ. സാരില്ല. ഹായ്, എനിക്കും കിട്ടി. കുട്ടികളെ, സമയം കഴിഞ്ഞു, വേഗം വാ. എന്റേതാ ഏറ്റവും വലുത്. ഞാൻ തന്നെ വിജയി. അതെങ്ങനെ ശരിയാകും? എനിക്ക് ആദ്യം കിട്ടിയത്. ദേ, എനിക്കും കിട്ടി. എന്താ ഏഞ്ചൽ താമസിച്ചേ? ഞാനൊരു ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പോയത് കൊണ്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റിയില്ല. ഇങ്ങു വാ. കുട്ടികളെ, ഇന്നത്തെ മത്സരത്തിലെ വിജയി ഏഞ്ചലാണ്. അതെങ്ങനെ ശരിയാകും? അവളുടെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നുമില്ലല്ലോ. അവളുടെ നിധി ഈശോയുടെ കയ്യിലാ. അവളുടെ നിധി സ്വർഗത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. ടീച്ചർ എന്താ ഈ പറയുന്നേ? അതേ കുട്ടികളെ, അങ്ങോട്ട് നോക്കിയേ. ചേച്ചിയോ? ഓട്ടോയിൽ കയറ്റി വിട്ടതാണല്ലോ. ഈ ചേച്ചി എന്റെ കൂടെ വന്നതാ. ഞങ്ങള് 2 ആളും കൂടി നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാ. ഏഞ്ചലിന് മാത്രമാണ് ആ ചേച്ചിയെ സഹായിക്കാൻ തോന്നിയത്. ഞാൻ പറഞ്ഞ സമ്മാനം ഇത്ര വലുതാണെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് അവൾ ആ ചേച്ചിയെ സഹായിക്കാൻ മനസ്സ് കാണിച്ചു. ക്രിസ്മസ് ഒക്കെ അല്ലേ സിസ്റ്റർ? ഉണ്ണീശോയെ ഈ മോൾക്ക് കൊടുക്കട്ടെ. ഓ, അതിനെന്താ. അതേ കുട്ടികളെ, നമ്മൾ ഇന്നിവിടെ എന്തിനാ വന്നത്? ഉണ്ണീശോയ്ക്ക് പിറക്കാൻ പുൽക്കൂടുണ്ടാക്കാനല്ലേ? നമ്മുടെ ഹൃദയത്തിലും ഉണ്ണി പിറക്കണ്ടേ? അതിനുള്ള നല്ലൊരു വഴിയാണ് ഇന്ന് ഏഞ്ചൽ നമുക്ക് കാട്ടിത്തന്നത്. ക്രിസ്മസ് എന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും തിരുനാളാണ്. നമുക്കും ഏഞ്ചലിനെ മാതൃകയാക്കാം, അല്ലേ? എങ്കിൽ വാ, നമുക്കും പുൽക്കൂടുണ്ടാക്കണ്ടേ? നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഒരു പുൽക്കൂടുണ്ടാക്കാൻ മറക്കല്ലേ.